വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. മൈ നെയിം ഈസ് റോബിൻസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ ഒരു നല്ല റെസ്യൂം തയ്യാറാക്കാം. ഏതൊരു ജോലിക്കും ഒരു അത്യാവശ്യമായ ഘടകമാണ് നല്ലൊരു റെസ്യൂം. എങ്ങനെ തയ്യാറാക്കാം? ഫസ്റ്റ് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണ് ബയോഡാറ്റ, റെസ്യൂം, CV തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പ്ലീസ് സീ ദാറ്റ് വീഡിയോ ഫോർ മോർ ഡീറ്റെയിൽസ്. സോ എങ്ങനെ നമുക്ക് റെസ്യൂം തയ്യാറാക്കാം? നമ്മളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 90% 95% നമ്മൾ റെസ്യൂം മെയിലാണ് അയക്കുന്നത്. എന്നാലും നമുക്ക് എങ്ങനെ മെയിൽ അയക്കുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്യൂം പ്രിപ്പയർ ചെയ്യണം എന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഒരു റെസ്യൂമേ എന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ്, മാക്സിമം 30 to 45 സെക്കൻഡ്സിൽ ഇൻ്റർവ്യൂവിന് പെട്ടെന്ന് റെസ്യൂമേ നോക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ക്രിസ്പായിരിക്കണം. പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങൾ എന്താണെന്ന്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിശദീകരിച്ചൊക്കെ എഴുതിയില്ലെങ്കിൽ പലരും ഇത് ഇൻഡെപ്തായിട്ട് നോക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കാര്യം ശ്രമിക്കുന്നത്. ദെൻ വി വിൽ കം ടു ഹൗ ടു പ്രിപ്പയർ എ ഗുഡ് റെസ്യൂം. ഒരു റെസ്യൂമിന് 9 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റത്തെ കാര്യമാണ് നിങ്ങളുടെ റെസ്യൂമിൽ എഴുതേണ്ട ഫസ്റ്റത്തെ കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്. പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം, പേഴ്സണൽ ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങളുടെ എന്താണ്, മെയിലാണോ ഫീമെയിലാണോ എന്ന് എഴുതണം. പിന്നെ നിങ്ങളുടെ ഏജ് ഉണ്ടാവണം പേഴ്സണൽ ഡീറ്റെയിൽസിൽ. പിന്നെ മെയിനായിട്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പർ. ഇത്ര കാര്യങ്ങൾ മെയിനായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരണം. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ്. അതാണ് ഒന്നാമത്തെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില പേരുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പേരുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് സ്പെസിഫൈ ചെയ്യണം. അങ്ങനെയുള്ള പേരുകളുള്ളവർ മസ്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം മെയിലാണോ ഫീമെയിലാണോ എന്ന്. അടുത്തത് നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ്. എന്താണ് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ്? അത് പ്രത്യേകം 2-3 വാക്കുകളിൽ എഴുതിയാൽ മതി. അതൊരു 3 ചിലർ പാരഗ്രാഫ് ഇത്രയാണ് അങ്ങനെയാണ് എഴുതേണ്ട കാര്യമില്ല. 3-4 വേർഡ്സിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ്? അതാണ് ഇത്. പിന്നെ പറയുന്നത് മൂന്നാമത്തെ കാര്യം, റെസ്യൂമിൽ വരേണ്ട മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ റെസ്യൂമിൽ എഴുതുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്സാണ്. നമ്മൾ 10th 12th ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ ഓർഡറിലാണ് പലരും എഴുതുന്നത്. അങ്ങനെയല്ല എഴുതേണ്ടത്. റെസ്യൂമിൽ നിങ്ങൾ എഴുതുന്നത് ആദ്യം എഴുതുന്നത് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഏതാണ്, ആ ജോലിക്ക് ആവശ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിളായ നിങ്ങൾ നേടിയിട്ടുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആദ്യം എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ യു ആർ കംപ്ലീറ്റഡ് MSc ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതുക MSc ഇൻ മാത്തമാറ്റിക്സ്. ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെയായിരുന്നു അടുത്ത് എഴുതാം. 2015 to 2017. നെക്സ്റ്റ് കോളത്തിൽ എഴുതേണ്ടത് ഹൗ മച്ച് പെർസെൻറ്റേജ് മാർക്സ് യു സ്കോർ, അത് എഴുതുക. പിന്നെ ഏത് കോളേജിലാണ് പഠിച്ചത്. ഈ 4 കാര്യങ്ങളാണ് ആ ഫസ്റ്റത്തിൽ എഴുതേണ്ടത്. അതിന് തൊട്ട് താഴെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് എഴുതാം, PGDCA അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് സ്കിൽസ് കോഴ്സുകൾ ചെയ്തിട്ട് അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡിഗ്രി BSc എഴുതാം. BSc ആണെങ്കിൽ BSc, വേറെ ഏത് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, സെയിം ഓർഡറിൽ തന്നെ എഴുതാം. അതിൻ്റെ ഏതാണ് സബ്ജക്റ്റ്, ഏതാണ്, ഏത് ഇയർ ആയിരുന്നു, എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി, ഏത് കോളേജിലാണ് നിങ്ങൾ പഠിച്ചത്. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ +2ൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ 10th ഡീറ്റെയിൽസ്. ഇത്രയും ഡീറ്റെയിൽസാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നാണ്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ മെൻഷൻ ചെയ്യുക. അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കേണ്ടത് ഏത് കമ്പനിയിൽ അല്ലെങ്കിൽ ഏത് ഓഫീസിൽ എന്തിലാണ് നിങ്ങൾ, ഏത് ഓർഗനൈസേഷനാണ് വർക്ക് ചെയ്തത്, അതിൻ്റെ പേര് എഴുതുക. എത്ര നാൾ തൊട്ട് എത്ര നാൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എഴുതുക. ലാസ്റ്റ് 1 year 1.5 year ലാസ്റ്റ് 6 months ആണ് വർക്കിംഗ് ചെയ്യുക. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത് എഴുതുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്തെങ്കിൽ അത് എഴുതുക. അത് പിന്നെ എഴുതുന്നത് അവിടുത്തെ ജോലി എന്തായിരുന്നു, നിങ്ങളുടെ പോസ്റ്റ് എന്തായിരുന്നു, നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു, നിങ്ങളുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റി 1-2 ലൈനിൽ എഴുതുക. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പലരും
വളരെ വിശദീകരിച്ച് എഴുതേണ്ട കാര്യമില്ല. ഇത്ര ഒരു 2-3 ലൈനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതണം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഇപ്പോൾ നിങ്ങളൊരു ഫ്രഷറാണെങ്കിൽ ഇവിടെ എന്ത് എഴുതും? അവിടെ നിങ്ങൾ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസാണ് എഴുതേണ്ടത്. എവിടെയാണ് പ്രൊജക്റ്റ് ചെയ്ത്, എന്നാണ്, എന്തായിരുന്നു ടോപ്പിക്ക്, എന്തായിരുന്നു നിങ്ങളുടെ ഔട്ട്കം, എന്തായിരുന്നു, ഈ ഡീറ്റെയിൽസാണ് അവിടെ എഴുതേണ്ടത്. 5ാമത്തെ കാര്യം നിങ്ങളുടെ ഹോബീസാണ് എഴുതേണ്ടത്. ഹോബീസ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹോബീസിൽ ഇൻ്റർവ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഹോബീസ് വളരെ ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പലരും വേറെ വല്ലവരും ഹോബി കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഹോബീസിൽ നിന്ന് വരും. അതാണ് ഹോബീസ് വളരെ ശ്രദ്ധിച്ച് എഴുതണം. അടുത്തത് നിങ്ങളുടെ സ്കിൽസ്. എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഈ ജോലിക്ക് ആവശ്യമായ സ്കിൽസ് എന്തൊക്കെയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റിന് എന്തൊക്കെ സ്കിൽസ് ആവശ്യമാണെന്ന് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്കിൽസ് അവിടെ എഴുതുക. അതാണ് നിങ്ങളുടെ ഹൈ സ്കിൽസ് എന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഏഴാമത്തെ ലാംഗ്വേജസ് നോ. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് എഴുതാം, അതിൽ ഏതൊക്കെ ലാംഗ്വേജസ് നിങ്ങൾക്ക് എഴുതാനറിയാം, വായിക്കാനറിയാം, സംസാരിക്കാനറിയാം. ഈ 3 കാര്യങ്ങൾ എഴുതി കാണിക്കാം. ചിലർക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് ഉണ്ടാവും. പലതാണ്. ഏതാണ് ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയണം അത് എഴുതണം, ലാംഗ്വേജസ്. പിന്നെ 8ാമത്തെയാണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നേടിയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ 2-3 അച്ചീവ്മെൻറ്റ്സ് എഴുതാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആയിരിക്കാം, നിങ്ങൾ കോളേജിൽ പ്രൊഫഷണൽ, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിരിക്കും, അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും. അതെന്താണ് എഴുതുക. ലാസ്റ്റത്തെ നിങ്ങളുടെ റെഫറൻസ്. 9ാമത്തെ കാര്യം റെഫറൻസ് മസ്റ്റായിട്ട് എല്ലാ റെസ്യൂമിലും ഉണ്ടാവണം. ഒരു 2 പേരെ റെഫറൻസ്, നിങ്ങളെ അവർക്ക് വിളിച്ച് ചോദിച്ചാൽ നിങ്ങളെപ്പറ്റി എന്താണെന്ന് അറിയാൻ കഴിയുന്ന നിങ്ങളെ അറിയുന്ന 2 പേർ റെഫറൻസ്. ഇപ്പോൾ നിങ്ങൾ ഫ്രഷർ ആണെച്ചാൽ നിങ്ങളുടെ കോളേജിലെ പ്രൊഫസേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ അറിയുന്ന വേറെ ഏതെങ്കിലും നല്ലൊരു പോസ്റ്റിലുള്ള ആളെ വയ്ക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിലെ ബോസ്, നിങ്ങൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ ബോസിൻ്റെ ഡീറ്റെയിൽസ് വയ്ക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു റെസ്യൂമിൽ നിങ്ങൾ വെക്കേണ്ടത്. 9 കാര്യങ്ങളാണ് ഈ കാണിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, 2ാമത്തെ നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ്, 3ാമത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, 4ാമത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്കിൻ്റെ ഡീറ്റെയിൽസ്, 5ാമത്തെ നിങ്ങളുടെ ഹോബീസ്, 6ാമത്തെ നിങ്ങളുടെ സ്കിൽസ്, 7ാമത്തെ ലാംഗ്വേജസ് ഏതൊക്കെ അറിയാവുന്നത്, 8ാമത്തെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, 9ാമത്തെയാണ് നിങ്ങളുടെ റെഫറൻസ്. ഇത്തരം കാര്യങ്ങളായി ഒരു നല്ല റെസ്യൂം തയ്യാറാക്കി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും റെസ്യൂം മെയിൽ അയക്കുകയാണെന്നില്ല. നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ നിങ്ങളുടെ കയ്യിൽ റെസ്യൂമിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ടാവണം. നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന റെസ്യൂം എപ്പോഴും ബോണ്ട് പേപ്പറിലാണ് റെസ്യൂം പ്രിൻ്റ് എടുക്കേണ്ടത്. പലരും പല മിസ്റ്റേക്ക് ചെയ്യുന്ന കണ്ടത് ഫോട്ടോ കോപ്പി എടുത്തോട്ട് വരുന്നത്, നേരത്തെ കൊടുത്ത റെസ്യൂം വരുന്നത്. ഇപ്പോഴും റെസ്യൂം നിങ്ങൾ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളത് സൈൻ ചെയ്യണം. ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് എഴുതിയിട്ട് സൈൻ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റെസ്യൂമിന്. അപ്പോൾ താങ്ക്സ് ഫ്രണ്ട്സ്. If you like this video, please subscribe my channel and share this video to your friends and